പാലക്കാട് ഒറ്റപ്പാലത്ത് സഹപാഠിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ പാലം തകർന്ന സംഭവത്തിൽ 20-കാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പാലപ്പുറം സ്വദേശി കിഷോറിനെയാണ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത്. കിഷോറിന് പരിക്കുണ്ട് എന്നാണ് പിതാവിന്റെ പ്രതികരണം. ഞാൻ കിഷോറിന്റെ അച്ഛനാണ്. ഇവന് നെഞ്ചത്ത് പരിക്കുണ്ട്. അതായത് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ ആഴത്തിൽ മുറിവുണ്ടെന്നാണ് പറഞ്ഞത്. 2 കൂട്ടർക്കും പരിക്കുണ്ട്. 2 കൂട്ടർക്ക് ഈക്വലാണ് പരിക്ക്. അവന്റെ പരിക്ക് പുറമെ കണ്ടു, ഇത് ഉള്ളിലേക്കാന്ന് മാത്രമേ ഉള്ളൂ. കുട്ടികൾ തമ്മിൽ മുൻപ് ITയിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രിൻസിപ്പൽ രാജേഷ് മേനോൻ 24നോട് പറഞ്ഞത്. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നമുക്ക് പരാതികളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ 6 മാസമായിട്ട് നമുക്ക് രക്ഷകർത്താക്കളെ വിളിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നും നമുക്കുണ്ടായിട്ടില്ല. ഈ 6 മാസം അപ്പുണ്ടായ ജസ്റ്റ് ആ ഒരു അവർ പെട്ടെന്നുള്ള പ്രഷർ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ പ്രഷറല്ലേ കൂട്ടായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. CCTV നമുക്ക് അപ്പൊ തന്നെ റിപ്പോർട്ട് കൊടുത്തു എന്നല്ലാണ്ട് നമുക്കിപ്പോ വേറൊന്നും നമുക്ക് അതിൽ പറയാൻ പറ്റുന്നില്ല. കുട്ടികളെ കുറിച്ച് അതിൽ യാതൊന്നും ഒരു നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിശദീകരണം? ഈ IT അധികൃതരുടെ ഭാഗത്തുനിന്ന് വരുന്നത് സംഘർഷവുമായി ബന്ധപ്പെട്ട് IT അധികൃതർ പറയുന്നത് സാധാരണ ഒരു സംഘർഷം നടക്കുന്ന ഒരു പ്രദേശമല്ല. +1 +2 ഒക്കെ ഒരുമിച്ച് പഠിച്ചു വന്ന കുട്ടികളാണ് സാജനും കിഷോറും. അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്താണ് പെട്ടെന്ന് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് അറിയില്ല എന്നാണ് രാജേഷ് മേനോൻ പ്രിൻസിപ്പൽ, വിദ്യാധിരാജ ITI പ്രിൻസിപ്പൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇടിച്ചത്, അല്ലെങ്കിൽ ഇടിച്ചു തന്നെയാണോ പരിക്കേറ്റതെന്ന് വ്യക്തമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പോലീസിന് ആ CCTV ദൃശ്യങ്ങൾ കൈമാറി അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇതുവരെ എത്തി നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു പ്രതികരണം അല്പസമയത്തിനകം ഒരുപക്ഷെ നമ്മളോട് തന്നെ നടത്തും. ഇതുകൂടാതെ അച്ഛന്റെ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കിഷോറിനും പരിക്കുണ്ട്, നെഞ്ചത്ത് പരിക്കുണ്ട്. അത് കരുതിക്കൂട്ടിയൊരു ആക്രമണമൊന്നും ആയിരുന്നില്ല, പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ ഭാഗമായാണ്. 2 പേർക്കും പരിക്കുണ്ട് എന്നാണ് അച്ഛനും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കിഷോറിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ ഇപ്പോൾ വിട്ടിട്ടുണ്ട്. ഉന്മേഷ്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.